ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. അതിങ്ങനെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സ്ക്വയർ ക്യൂബ്സ് ആണ്. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതും ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ്. അതും അതുപോലെ തന്നെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു കുക്കറിലേക്ക് മാറ്റാണ്. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 4-5 വിസിലോളം നമുക്ക് വേണ്ടി വരും ഇതൊന്ന് നന്നായി വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിനി വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെക്കാം. ഇപ്പോൾ കടായി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സബോള, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എല്ലാം നീളത്തിൽ കീറിയതും, അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം എല്ലാ മസാലകളും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്ന് ജസ്റ്റ് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾക്കിപ്പോൾ ചേർക്കേണ്ടത്. ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം തേങ്ങാപ്പാലൊന്ന് കുറുതായി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തിടാം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് വറുത്തെടുക്കാം. കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂസും കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ കാഷ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്. അധികം മസാലകളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എന്നോട് പറയുകയും ചെയ്യണം. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്